പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വഖഫ് നിയമ ഭേദഗതിയിൽ KCBC നിലപാട് തള്ളി ലത്തീൻ സഭ. മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക സംഘർഷ വിഷയമാക്കാൻ ശ്രമമെന്ന് ലത്തീൻ സഭ മുഖപത്രം ജീവനാദത്തിൽ വിമർശനം. വിദ്വേഷ പ്രചരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്നും മുന്നറിയിപ്പ്. ഉമ്മീദിലെ നിയത്ത് എന്ന പേരിലാണ് മുഖപത്രം. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, വെരി ഗുഡ് മോർണിംഗ്. കത്തോലിക്ക സഭയിലെ ദീപിക പത്രത്തിലൊക്കെ എഴുതിയത് നമ്മൾ കണ്ടു. KCBC എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചത്? സർക്കുലർ പോയത് നമ്മൾ കണ്ടു. ആ സർക്കുലർ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുനമ്പം പ്രശ്നത്തെ അതിലുമായി ബന്ധിപ്പിക്കുന്നത് കണ്ടു. ഇതിനെ പൂർണ്ണമായും തള്ളുകയാണല്ലേ ലത്തീൻ സമുദായം? അതായത് വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണോ ലത്തീൻ സഭ? ഡോക്ടർ അരുൺകുമാർ, വളരെ ശ്രദ്ധേയമായ ലേഖനമാണ് ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാദം എഡിറ്റോറിയലായി പ്രസിദ്ധീകരിച്ചത്. ഈ മുഖപ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. KRLCC അഥവാ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ നിയന്ത്രണത്തിലാണ് ഈ വാരിക പ്രവർത്തിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ വരുമ്പോൾ ലത്തീൻ സമൂഹത്തിന്റെ സഭയുടെ മുഖപത്രമായി തന്നെ വിലയിരുത്തപ്പെടുന്ന ഒന്നാണ്. ഇതിലാണ് വളരെ ശ്രദ്ധേയമായ ലേഖനം വന്നിരിക്കുന്നത്. KCBC എടുത്ത നിലപാട് ഈ വിഷയത്തിൽ നമുക്കറിയാം. അതിന് ഘടകവിരുദ്ധമായ ഉള്ളടക്കം ഉൾപ്പെടുത്തിയാണ് ഈ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഉമ്മീദ് എന്നത് വഖഫ് നിയമത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ വരികൾക്കിടയിൽ കൃത്യമായി വായിച്ചാൽ ഇതിൽ ജീവനാദത്തിന്റെ നിലപാട് വ്യക്തമാകും. KCBC നിലപാടിന് ഘടകവിരുദ്ധമാണെന്ന് വ്യക്തമാണ്. മുനമ്പം ഭൂപ്രശ്നം ക്രൈസ്തവ മുസ്ലിം സാമുദായിക വിഷയമാക്കാൻ ചിലർ സജീവമായി ശ്രമിക്കുന്നുണ്ട്. അതുവഴി വിദ്വേഷ പ്രചരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണം എന്ന് വിവേകമുള്ളവരെല്ലാം പറയുന്നുണ്ട് എന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നു. നിയമ ഭേദഗതി വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും വഴി തുറക്കുന്നുണ്ട് എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ എഡിറ്റോറിയൽ വ്യക്തമാക്കുന്നു. അതേസമയം യഥാർത്ഥ ഭൂ ഉടമകളുടെ, അതായത് മുനമ്പത്തെ ഭൂമി പ്രശ്നം നേരിടുന്ന 610 കുടുംബങ്ങളാണ്. 400ഓളം പേരാണ് ലത്തീൻ സഭ അംഗങ്ങളാണ്. അവർ കോട്ടപ്പുറം രൂപതാംഗങ്ങളാണ് എന്താണ് ആ കാര്യം പരാമർശിക്കുന്നുണ്ട്. അതേസമയം മറ്റു വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശം കൂടി ഉള്ളത്, അവിടെയുള്ള ആളുകൾ, സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ രേഖകളില്ലാത്ത കയ്യേറ്റക്കാരുണ്ടെങ്കിൽ അക്കാര്യം സംസ്ഥാന സർക്കാർ പരിശോധിക്കട്ടെ എന്നതാണ് മറ്റൊരു വളരെ ശ്രദ്ധേയമായ കാര്യം. മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ ഇടയിൽ എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. മലയോര മേഖലകളിൽ ചലനം സൃഷ്ടിക്കാനായി എന്ന് പറഞ്ഞാൽ BJPക്കടക്കം അവിടെ ചലനവും സ്വാധീനവും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന സൂചനയാണ് നൽകുന്നത്. തീരദേശത്തും സമാനമായി വെറുപ്പിന്റെ വിദ്വേഷക്കൊടി പാറിക്കാൻ മുനമ്പം ആയുധമാക്കുന്നവരുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമായ പരാമർശമാണ്. അതിലും ശ്രദ്ധേയമായ കാര്യം, JPC റിപ്പോർട്ടിൽ ഒരിടത്തും മുനമ്പം പരാമർശിക്കപ്പെടുന്നില്ല. അതായത് ഈ നിയമ ഭേദഗതി മുനമ്പത്തിന് ഗുണകരമായി തീരുമോ എന്ന സംശയം ഇപ്പോഴും ജീവനാദം പ്രകടിപ്പിക്കുന്നു. മുൻകാല പ്രാബല്യം ഇല്ലെന്ന് ബില്ല് അവതരിപ്പിച്ച മന്ത്രി കിരൺ റിജിജുവും മന്ത്രി അമിത്ഷായും വ്യക്തമാക്കി എന്നത് പരാമർശിക്കുന്നു. ഒപ്പം ഈ കാര്യം ചർച്ചയിൽ, ബില്ലിന്റെ ചർച്ചാവേളയിൽ ഈ പ്രദേശത്തെ കൂടി, മുനമ്പത്തെ കൂടി പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം ഹൈബി ഈഡൻ മുനമ്പത്തിന് സഹായകരമാകുന്ന വ്യവസ്ഥ ഏത് എന്ന് ചോദിച്ചു. പക്ഷേ ഒരു മറുപടിയും കിട്ടിയില്ല എന്നതാണ്. സെക്ഷൻ 2A ആണ് മുനമ്പത്തിന് സഹായകരമാകുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അങ്ങനെ വന്നാൽ എന്ന് വെച്ചാൽ അതിൽ ആ സെക്ഷനും ഗുണകരമാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതായിരുന്നു എന്ന് പറയുന്നു. ആ ഒരു പടി കൂടി കടന്ന് മഹാബോധി മഹാവികാരം, അതായത് ബോധ്ഗയയിലെ കാര്യമാണ് പറയുന്നത്. അത് ബുദ്ധമത വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ ബുദ്ധമത സമൂഹത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്യുന്നുണ്ട്. സ്വന്തം സമുദായത്തിന്റെ കാര്യം മന്ത്രി ശ്രദ്ധിക്കുന്നില്ല കിരൺ റിജിജു. പകരം അദ്ദേഹത്തിന് മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിന്റെ കാര്യത്തിലാണ് വേവലാതി എന്ന് പറയുന്നു. ഒപ്പം മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ഈ ബില്ല് അവതരിപ്പിക്കാൻ ഒരു MP ഇല്ല എന്നത് പറയുന്നു. മുനമ്പം ജനതയെ കുടിയിറക്കരുതെന്ന് മുസ്ലിം ലീഗിന്റെ ഹർജിയിൽ പറയുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. അത് മുഴുവനായും അതിന്റെ ആന്തരികാർത്ഥം അടക്കമെടുത്ത് പരിശോധിച്ചാൽ അത് KCBC നിലപാടിന് ഘടകവിരുദ്ധമാണ് എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന്, അവിടെ പ്രശ്നം അനുഭവിക്കുന്നതും ലത്തീൻ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നതുകൂടി കാണണം. ആ ഘട്ടത്തിലാണ് ശ്രദ്ധേയമായ എഡിറ്റോറിയൽ പുറത്തുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ വാർത്ത. ദിനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തയായിട്ടത് മാറും. കാരണം കത്തോലിക്ക സഭയുടെ നിലപാട് പൂർണ്ണമായിട്ടും തള്ളുകയാണ് ലത്തീൻ സഭ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂല നിലപാടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ KCBC ഒരു സർക്കുലർ അയച്ചത്. ആ സർക്കുലറിനെ പൂർണ്ണമായും തള്ളുകയാണ് ജീവനാദം. ലത്തീൻ സമുദായത്തിൽപ്പെട്ടവരാണ് മുനമ്പത്ത് സമരം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഈ നിയമ ഭേദഗതിയിൽ ഏത് സെക്ഷനാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ സഹായകമാകുക? ഈ ചോദ്യത്തിന് ഇനിയും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ലത്തീൻ സഭ പറയുന്നു, മുസ്ലിം സാമുദായിക സംഘർഷ
വിഷയമാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് എന്നാണ് ജീവനാഥത്തിലുള്ള വിമർശനം. വിദ്വേഷ പ്രചരണം കൊഴുപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്നും ലത്തീൻ സഭയുടെ ഉമ്മീദിലെ നീയത്ത് എന്ന പേരിൽ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗത്തിൽ പറയുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അത് മുനമ്പത്തെ മനുഷ്യരും മനസ്സിലാക്കി തുടങ്ങുന്നു, ലത്തീൻ സമുദായം മനസ്സിലാക്കി തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അധികകാലം ആളുകളെ പറ്റിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ നിയമഭേദഗതി കൊണ്ട് മാത്രം മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടൂല. അതാണ് ഇതിലെ വാസ്തവം. അതിപ്പോൾ ലത്തീൻ സഭ തിരിച്ചറിയുന്നു. അതാണ് ജീവനാഥത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇനി അത് കത്തോലിക്ക സഭ കൂടി തിരിച്ചറിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും. അത്രയേ ഉള്ളൂ.